നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ അലാവസ് വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരത്തിൽ കിലിൻ എംബാപ്പയ്ക്ക് റെഡ് കാർഡ് കിട്ടിയല്ലോ. അദ്ദേഹം ആൻ്റോണിയോ ബ്ലാങ്കോയെ വളരെ ഡേഞ്ചറസ് ആയ രൂപത്തിൽ ഫൗൾ ചെയ്യുകയായിരുന്നു. അതിനാണ് അദ്ദേഹത്തിന് 38-ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് ലഭിച്ചത്. തൻ്റെ ചെയ്തി വളരെ മാരകമായി പോയി എന്ന് തിരിച്ചറിഞ്ഞ എംബാപ്പെ ഇപ്പോൾ ആൻ്റോണിയോ ബ്ലാങ്കോയോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, തൻ്റെ സഹതാരങ്ങളോടും അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ടീമിനെ 10 പേരായി ചുരുങ്ങുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയില്ലേ, അതിന് അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു. ഇതിപ്പോൾ ഡിയാരിയോ AS റിപ്പോർട്ട് ചെയ്യുന്നു. കിലിൻ എംബാപ്പെ അപ്പോളജൈസിങ് ടു ആൻ്റോണിയോ ബ്ലാങ്കോ ആഫ്റ്റർ ദി ടാക്കിൾ. മാത്രമല്ല, അദ്ദേഹം ടീംമേറ്റ്സിനോടും അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രം പങ്കുവെക്കുന്നുണ്ട്. എംബാപ്പെ ബ്ലാങ്കോയോട് സംസാരിക്കുന്ന ചിത്രം പുറത്തേക്ക് വരുന്നു. സോ അദ്ദേഹം മാപ്പ് പറഞ്ഞു. അതാണ് കിലിൻ എംബാപ്പെ. പ്രശ്നം അവിടെ തീർക്കുന്നു. കഴിഞ്ഞില്ല. ഡേവിഡ് ആഞ്ചലോട്ടി ഇന്നലെ ഉണ്ടായിരുന്നില്ലല്ലോ. കാർലോ ആഞ്ചലോട്ടി സസ്പെൻഷൻ കാരണം ഉണ്ടായിരുന്നില്ല. പകരം ഡേവിഡ് ആഞ്ചലോട്ടിയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, എംബാപ്പയുടെ കാര്യത്തിൽ അത് ക്ലിയർ റെഡാണ്. എംബാപ്പെ അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു വയലൻ്റ് കൈ അല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നക്കാരനല്ല. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം മാപ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹത്തെ ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്താ? നിരന്തരം അദ്ദേഹത്തിന് കിട്ടിയ ഫൗളുകളാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കാര്യം എന്നുകൂടി മനസ്സിലാക്കണം എന്ന് ഡേവിഡ് ആഞ്ചലോട്ടി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.